ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു മാത്രമാണ് എല്ലാം കൊടുക്കുന്നവൻ, അവനെയാണ് മുഴുവനും ഏൽപ്പിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. 7 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ അവസാനം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയയും നബി സല്ലല്ലാഹുവിന്റെ റഹ്മത്തും നബി തങ്ങളുടെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോടുള്ള കാരുണ്യവും നമ്മൾ രക്ഷപ്പെടണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹവും എല്ലാം എടുത്തു പറഞ്ഞു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫൈന്തവല്ലൗ, അവർ നന്നാകണമെന്ന് വിചാരിച്ച് തങ്ങളെത്രയോ അധ്വാനിച്ച് ഹക്കായി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി എത്രയോ ത്യാഗം സഹിക്കുമ്പോൾ, തങ്ങളെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട് അവർ. ഫലാ യഹ്സുൻക ഖൗലുഹും മിന്നാ നഅലമു മാ യുസ്റൂന വമാ യുലിനൂൻ. തങ്ങളെപ്പറ്റി പലതും പറയുന്നുണ്ട്. തങ്ങൾ ഭ്രാന്തനാണെന്ന് പറയുന്നവരുണ്ട്, പാട്ടുകാരനാണെന്ന് പറയുന്നവരുണ്ട്, തങ്ങളെ സംബന്ധിച്ച് പലതും പറയുന്നവരുണ്ട്. ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് നബിയെ, നമ്മളറിയാത്ത വിഷയമൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം സഹിച്ച്, എല്ലാ അക്രമങ്ങളും സഹിച്ച്, മുഴുവൻ ത്യാഗവും സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു പറയാണ് ഫൈന്തവല്ലൗ, തങ്ങൾ ഇത്രയും അധ്വാനിച്ച് ഈ ദീന് ഹക്കായ നിലക്ക് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവരതിനൊന്നും തയ്യാറാകാതെ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ ഫഖുൽ, തങ്ങൾ പറയൂ ഫഖുൽ ഹസ്ബിയല്ലാഹ്, അല്ലാഹു എനിക്ക് മതിയായവനാണ്, അല്ലാഹു എന്നെ മതിയാക്കുന്നവനാണ്. വേറൊരായത്തിൽ നമുക്ക് കാണാം ഹസ്ബുക്കല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ സാലിഹീങ്ങളായ ഔലിയാക്കളായ മഹാന്മാരും തങ്ങൾക്കുണ്ട്. അല്ലാഹുവിന്റെ സഹായം ചിലപ്പോൾ ഔലിയാക്കൾ മുഖേന അല്ലാഹു കൊടുക്കും, അല്ലാഹുവിന്റെ സഹായം അമ്പിയാക്കൾ മുഖേന കൊടുക്കും, അല്ലാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന കൊടുക്കും, അല്ലാഹുവിന്റെ സഹായം ഡോക്ടർ മുഖേനയും മരുന്ന് മുഖേനയും കൊടുക്കാറില്ലേ? അത് ഭൗതികമായൊരു ശൈലിയാണ്, ഇത് ആത്മീയമായ ശൈലിയാണ്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. ഫഖുൽ ഹസ്ബിയല്ലാഹ്, അല്ലാഹു എന്നെ മതിയാക്കുന്നവനാണെന്ന് പറയൂ നബിയേ. ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. എന്തുകൊണ്ടാണ് ആരാധനക്ക് അർഹതയുണ്ടാകുന്നത്? അതിന്റെ മനാത്ത് ശറഹുൽ ഖായിദ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം. ഇസ്തിഖാഖുൽ ഇബാദത്തിന്റെ മനാത്ത് എന്താണ്, അഥവാ ആരാധനക്ക് അർഹതയുണ്ടാകുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതേ അവിടെ തന്നെ കാണാം, അൽ ഖാലിഖിയ്യത്തു, പടച്ചവനാവുക എന്നതാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവനായ റബ്ബിനെ ഇബാദത്ത് എടുക്കുക. പടച്ചവനാണ് എന്നതാണ് ഇബാദത്തിന്റെ അർഹതക്ക് അതിന്റെ മാനദണ്ഡം. ആ മാനദണ്ഡം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. പടച്ചവൻ, ആ മാനദണ്ഡം അല്ലാഹുവിനേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ, മറ്റുള്ള ഒന്നിനും അർഹതയില്ല. അതാണ് ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. പറയൂ നബിയേ. അലൈഹി തവക്കൽതു, അവന്റെ മേൽ ഞാൻ സർവ്വവിഷയവും ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ മഹത്തായ അർശിനെ സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബാണ്. അതെ, അവൻ റബ്ബുൽ ആലമീൻ, സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബാണ്. ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പഠിച്ച ആ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് എടുക്കണം. ആ ഇബാദത്തിലൂടെ റബ്ബിന് നന്ദി ചെയ്യണം.